ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീടിൻ്റെ പണി ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ പർച്ചേസ് ചെയ്യണമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഷോപ്പിൽ പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഷോപ്പിൽ കയറി. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട് കിച്ചൺ സാധനമാണല്ലോ നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. കിച്ചണിൻ്റെ ഐറ്റംസ് ആണ്. അപ്പോൾ ഈ പുറത്തൊക്കെ ഇരിക്കുന്ന കിച്ചൺ ഐറ്റംസുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ പല കളേഴ്സിൽ പല സംഭവങ്ങൾ. ഈ എന്താ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കിച്ചണ് വൈറ്റ് തീം ആവുകൊണ്ട് വൈറ്റിലേക്കാണോ അതോ വേറെ എന്തെങ്കിലും പേസ്റ്റൽ കളേഴ്സ്? പേസ്റ്റൽ കളേഴ്സ് ഭയങ്കര വൈബ്രന്റ് അല്ലാതെ ഈ കളറൊക്കെ പറ്റും. ഈ കളറൊക്കെ പലതരം കളേഴ്സ് കളർഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇത് മുകളിൽ ഇരിക്കുന്നത് ഈ കളറൊക്കെ അല്ലേ? ഈ കളർ ഈ കളർ നല്ല അടിപൊളിയാണ്. കപ്പ ചായ കുടിക്കുന്ന കപ്പ അങ്ങനത്തെ ഒരു കപ്പ് എടുക്കാം അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ നോക്കി വെക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ നോക്കി വെക്കുകയാണ്. എന്താ സംഭവിച്ചാൽ നമ്മള് എന്താ ആ ടൈമിലാവുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് വന്ന് ഷോപ്പ് ചെയ്യാന്നുള്ള ലെവലില് കത്തി അത് ഉരുളക്കിഴങ്ങ് ചെത്തുന്നതും കിച്ചൺ സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ലല്ലോ അല്ലേ? ഇതൊക്കെ നമ്മളെ കിച്ചണിലേക്കുള്ള നമ്മളെ കത്തിരിക്ക മീൻ വെട്ടുന്ന കത്തി ഒക്കെ സംഭവം എനിക്ക് തോന്നി ഇമ്പോർട്ടഡ് സാധനങ്ങൾ. കുട്ടിക്ക് ഇടുന്ന ഡ്രസ്സാണ് തോന്നുന്നു. അതായത് ഇപ്പൊ പറ്റിയ കുട്ടികൾക്ക് ഇടുന്ന ഡ്രസ്സുകളാ തോന്നുന്നുണ്ട്. കിച്ചൺ ടവല ഇതെന്ത് ഉടുപ്പുമാരി ഉണ്ടാക്കിക്കുന്നത് പഠിപ്പന അറിയാത്ത എന്തൊക്കെ അതിൽ പറയുന്നുണ്ട്. അതെങ്ങനെ മക്കളിത് കണ്ടത്? നിങ്ങൾക്ക് ഇത് ഉടുപ്പായിട്ടില്ല തോന്നുന്നു. നിന്റെ കണ്ണിന് ഇത് ഉടുപ്പായിട്ടാ തോന്നുന്നു. ഇവിടെ പറയുന്നത് കിച്ചന്റെ ടവലാണ് സംഭവം. ഇതിങ്ങനെ നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും ഇപ്പൊ കാണാൻ. 150 MRP റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതെന്തുവാ തുടക്കണതോ? പിന്നെ അങ്ങനെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ചൂടുള്ള സാധനം വെക്കാൻ ഡ്രൈ പാനല്ല. ഓക്കെ, പിന്നെ ഇത് ചായ ഇരിക്കുക, പിന്നെ മീൻ കത്തി, കത്തിരിക്ക, അടിയിൽ ഒരുപാട് ഒക്കെ ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ പല്ലേക്കണത് ഇതൊക്കെ നമ്മളെ മൈൻഡിൽ ഇല്ലാത്തതാ. നമ്മൾ വരുമ്പോ കണ്ടത് ആ ചട്ടി ചൂടോടുക്ക കൈക്കല ചട്ടി പിടിക്കാനല്ലേ ഓവണ്ണൊക്കെ എടുക്കാൻ നമ്മൾ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല ഉപകാരമാണ്. നമ്മൾ മറ്റേത് കൈക്കല തുണി കൊണ്ടല്ല നടക്കുക. നമ്മൾ അടുക്കള ഭംഗിയാക്കാനുള്ള സാധനങ്ങൾ, ഇമ്പോർട്ടഡ് സാധനങ്ങളില്ലേ. ഇതാണ് നമ്മൾ പറയുന്നത് പിസ്റ്റൽ കളർ എന്ന് പറഞ്ഞ സാധനം. അതുമാതിരി ഓഫ് വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇതാ നല്ല അടിപൊളി നല്ല കളേഴ്സ്. ഏതാണ് എനിക്ക് വേണ്ടി? ഇതെന്തിനാണ്? ഇത് ഭയങ്കര ഇഷ്ടമായി. ഇതെന്ത് ഓയിലോ? ഓയില്, വെളിച്ചെണ്ണ, അതൊക്കെ നല്ല അടിപൊളി കളേഴ്സിൽ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കല്ലേ, നമുക്ക് തുറക്കേണ്ട ആവശ്യമില്ല. മറ്റേ മൂടി എടുത്തിട്ട് തുറന്ന് നോക്കപ്പാടെ പോകും. ഇതെന്താ സാധനം? ഐസ് ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ സാധനം എന്തായാലും വാങ്ങണം. നമ്മളെ കുട്ടീനെ എടുത്തിട്ട് കേക്ക് ഇതിനെ നടക്കുന്നുണ്ട്. ട്രേകള്, സ്പ്രേ, എന്ത് ഇതൊക്കെ വാങ്ങേണ്ടി ഒക്കെ ഇമ്പോർട്ടഡ്. അതായത് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ വെക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് നമുക്ക് നടക്കും. ഈ സാധനം സോപ്പ് മാത്രം. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്ത് ഏതാ? ഇവിടെ ഒക്കെ ഗ്ലാസ്സുകളൊക്കെ ഇരിക്കുന്നൊക്കെ ഗ്ലാസ്സുകളാണ്. സ്റ്റോറേജ് അത് നെറ്റിൻ്റെ ആണ് കേട്ടോ. അതായത് കിച്ചണിൽ ഒരു വെറൈറ്റി എന്താണ് ജഗ്ഗുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഗാനസൊക്കെ ഒരു അടിപൊളി സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഒക്കെ നമ്മൾക്ക് പെരകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അല്ലേ? ഞാൻ ഇവളോട് എന്നോ പറഞ്ഞായിരുന്നു, ഞാൻ അതുകൊണ്ട് വന്ന് നോക്കലുണ്ട്. അപ്പോൾ ഇവള് ഇങ്ങനെ എന്താ ആമസോണിൽ എല്ലാത്തിനും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എല്ലാം പാടെ വില ഉണ്ട്, ഒക്കേനും വില ഉണ്ട്, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ പാത്രം ഓർഡർ ചെയ്ത് ഇതായിരിക്കണം. അതിൻ്റെ ചെറുതൊക്കെ ചെറിയ പാത്രങ്ങളൊക്കെ ധരിക്കണം. ചെറുപയറിടാതെ, പിന്നെ നമ്മൾ വൻപയർ അങ്ങനത്തെ പയറൊക്കെ ഇടാനുള്ള സാധനങ്ങൾ. പിന്നെ ഇതവള് പറഞ്ഞ സാധനം നോക്കാം,
ചെറിയ ഗ്ലാസ് ഷോപ്പീസ് ചായ കുടിക്കാൻ പോട്ടുകളല്ലേ നമ്മളെ ഫ്ലവർ കോട്ടുകളാണ് കേട്ടോ ഇരിക്കുന്നത്. അത് നമ്മൾ നല്ല അടിപൊളി മോഡലിലൊക്കെ ഇരിക്കുന്നുണ്ട്. അതേമാതിരി ചാക്കിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മേച്ചാവും, നമുക്ക് ഇതൊക്കെ മേച്ചാവും. പിന്നെ ഇതിൽ ഈ സാധനം രസമുണ്ട്, അത് രസമുണ്ട്, അത് സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെന്താ ചായ ഒഴിക്കണ രസമുണ്ട് കേട്ടോ. ചെടിക്ക് വെള്ളം ഒഴിക്കണ അതാ. പിന്നെ ഇവിടെ ഇതെന്താ സാധനം? ഇതൊന്നും എനിക്ക് വലിയ പെടുത്തല്ല മക്കളെ. ഇതിൽ അത് നമ്മൾ കറണ്ട് അടുപ്പുമ്പോൾ പോകും. ഇതെന്താ കുട്ടീനെ കടത്തണ? എന്താ സാധനം എനിക്ക് തുറക്കാൻ കിട്ടണില്ല. ജ്വല്ലറി ബോക്സാണ്. ഇങ്ങനത്തെ വാങ്ങിയാലേ എൻ്റെ സ്വർണ്ണ എടുത്ത് വെക്കാം. ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരുപാട് കളർ കുപ്പികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. വെള്ള ബോട്ടിൽസാണ്. ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഒക്കെ പ്രീമിയമാണ്. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളത് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അല്ലേ. എന്തിനാ വെറുതെ വെള്ളം വെക്കണ്ട, അത് കൊടുത്തിട്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മളെ അലേഹ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ചോറ്റുപാത്രം വാങ്ങും. കാരണം അതിലെല്ലാ സെറ്റപ്പുള്ള ചോറ്റുപാത്രം നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ ഇനി നമ്മളെ കിച്ചണിലേക്ക് വെക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഇരിക്കുന്നത്. അതൊക്കെ ഒറിജിനൽ ഫ്രൂട്ട്സ് അല്ല കേട്ടോ. അതൊക്കെ പോകും, നമ്മളവിടേക്കൊക്കെ പോകും. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ പോകും. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചെടുക്കാണ്. ഓക്കെ, പിന്നെ സിനുവിൻ്റെ മാതിരി കുറച്ച് രൂപങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ. നോക്കണ്ട, നമ്മൾ കിച്ചൺ സാധനമല്ലേ നോക്കുന്നത്. അത് ഇപ്പോൾ നോക്കാനായില്ല. നോക്കുന്നതിന് പൈസ കൊടുക്കണ്ടല്ലോ. അത് നോക്കിക്കോ. കുറേ പേർക്ക് അത് നല്ല രസമുണ്ട്. നല്ല അന്ന് നാളെയും വന്ന് കാണാമെന്ന് പറഞ്ഞ മാതിരി നോക്കുന്നതിന് കാര്യം കൊടുക്കണ്ടല്ലോ. അലേക്ക് ടൂറൊക്കെ പോകുമ്പോൾ എടുക്കാമെന്ന്. മറ്റേ ബാഗോ കുറേ വെറൈറ്റി പേനകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പേന. പിന്നെ ഇതാ ചെടി, അതായത് ആർട്ടിഫിഷ്യൽ ചെടി എല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് റൂമിൻ്റെ മൂലക്ക് വെക്കാമെന്ന് പറഞ്ഞല്ലേ. ഇതൊക്കെ റൂമിൻ്റെ മൂല അല്ലേ, ഏതെങ്കിലും മൂലക്കൊക്കെ വെച്ച വൈറ്റ് തീമിലേക്ക് നല്ല ഭംഗിയുണ്ടാവും. ലിവിങ്ങിലേക്കൊക്കെ വെക്കാം. റൂമിൽ വെക്കണം, എവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ മിററിൻ്റെ അവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ സാമ്പാഴ്സവും. പിന്നെ ഏതാ ബോട്ടിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും കഴിഞ്ഞില്ലേ. അപ്പോൾ മൊത്തത്തിൽ നമ്മളെന്തായാലും ഒക്കെ നോക്കി നമുക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഏകദേശം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളിനി കുടിയിരിക്കാറാകുമ്പോഴേക്കും നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത്. നമുക്കൊന്ന് ഏതായാലും പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആവശ്യത്തിൽ നമ്മൾ എന്താക്കി ഈ ഒരു കാര്യം പാടെ നടത്തിയിട്ട് എനിക്ക് പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ നിസ്കാർ റൂമിലേക്ക് ഒരു മുസല്ല ഞാൻ നോക്കിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി മുസല്ലാണ്. പിന്നെ 1000 സംതിങ് റേറ്റ് വരുന്നുണ്ട്. പക്ഷെ എന്തായാലും നല്ല ഇതിലൊക്കെ തിന്നാണ്ട് നിസ്കരിക്കാത്ത അതുപോലെ നിസ്കരിച്ച് പോകും. അത്രയും സോഫ്റ്റ് നല്ല അടിപൊളി മെറ്റീരിയൽ സാധനമാണ്. അങ്ങനെ പർച്ചേസിങ്ങിന് വേണ്ടി സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി വെച്ചാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് എടുക്കാൻ വരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ വഴിക്ക് പോയപ്പോൾ ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.